എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നിന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും ജലപീരങ്കി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ 2 ജലപീരങ്കിയിൽ നിന്നായി 5 തവണയാണ് വിദ്യാർത്ഥികൾക്കെതിരെ പ്രയോഗിച്ചത്. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. മറുഭാഗത്ത് നിന്ന് ബാരിക്കേഡ് തള്ളി ഉയർത്താനുള്ള വലിയ ശ്രമമാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് എന്നതാണ്. ബാരിക്കേഡ് ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എടുത്തുയർത്താൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. ബാരിക്കേഡിന്റെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറുഭാഗത്ത് നിന്ന് എടുത്തുയർത്താൻ നോക്കുന്നുണ്ട്. ബാരിക്കേഡ് കടന്ന് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ ലക്ഷ്യം. നിലവിൽ ഇപ്പുറം വിദ്യാർത്ഥികളുള്ള ഭാഗത്ത് പോലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാത്തിചാർജിലേക്ക് പോവില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് പോവുകയാണെങ്കിൽ ഉറപ്പായും അത് വലിയ സംഘർഷത്തിലേക്ക് പോകും. ടിയർ ഗ്യാസ് പ്രയോഗിക്കും, അതുപോലെ തന്നെ ലാത്തിചാർജ് ഉണ്ടാകും. കാരണം തൊട്ടപ്പുറം ലോക് ഭവനാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും പോലീസിന് പ്രവർത്തകരെ അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് തള്ളി മാറ്റിയാൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകും. നിലവിൽ ഇപ്പോൾ പോലീസ് ബാരിക്കേഡിന് അപ്പുറം ഭാഗത്തും പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറവുമാണുള്ളത്. അതുകൊണ്ട് ജലപീരങ്കി അടിച്ച് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് 5 തവണയിൽ നടത്തിയത്. ഇപ്പോഴേക്കും ഏതാണ്ട് ബാരിക്കേഡിന്റെ പകുതി ഭാഗം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അത് നീക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, ചില പ്രവർത്തകർ ആ ബാരിക്കേഡിന്റെ കെട്ട് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനു മുമ്പുള്ള മാർച്ചിലാണ്, SFIയുടെ മാർച്ചിലാണ് ഈ കയറ് ബ്ലേഡ് കൊണ്ട് അറുക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായത്. അറുക്കാൻ ശ്രമിച്ചവർ റിമാൻഡിലായത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരമൊരു രീതിയിലേക്ക് ആരും കടക്കുന്നില്ല. കൈകൊണ്ട് ആ കെട്ട് അഴിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് പ്രവർത്തകർ നടക്കുന്നത്. അതേസമയം തന്നെ ജലപീരങ്കി അടിക്കുമ്പോൾ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നവരുടെ ഭാഗത്തേക്കും ശക്തമായ ജലപീരങ്കി വരുന്നു എന്നുള്ളത് തന്നെയാണ്. റോഷ്നി, ഇവിടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലേക്ക് തന്നെ വരികയാണ്. പ്രസാദ്, നമുക്കറിയാം രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്, അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും എത്രത്തോളമാണെന്നുള്ളത്. ഇന്നിപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നതും വലിയൊരു പ്രതിഷേധത്തിനാണ്. SFIയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തലസ്ഥാനത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആ പ്രതിഷേധം അത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ പിന്തിരിയാതെ വളരെ ശക്തമായി തന്നെ ആ പിന്തുണ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത്, അല്ലേ? അത് തന്നെയാണ്. വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളാണ് രാവിലെ പ്രകടനമായി ഇവിടേക്ക് എത്തിയത്. പ്രകടനമായി എത്തി പ്രതിപക്ഷ നേതാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് സംഘടിതമായി വിദ്യാർത്ഥികൾ ബാരിക്കേഡിനടുത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡിന്റെ മുകളിൽ കയറി മറുഭാഗത്തേക്ക് SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നത് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഈ ബാരിക്കേഡ് കഴിഞ്ഞ പ്രവർത്തകർ അപ്പുറത്തേക്ക് പോയാൽ അതൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിനപ്പുറമാണ് ലോക് ഭവൻ ഉള്ളത്. നിലവിൽ പോലീസ് സംഘം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നത് നമുക്ക് കാണാം. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലോക് ഭവനിലേക്കാണ് ഇത്തവണ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവും ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. കൂടുതൽ വിദ്യാർത്ഥി നേതാക്കൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നു. ജില്ലാ ഭാരവാഹികൾ കയറുന്നു. ഇപ്പോഴും ജലപീരങ്കിയേറ്റ വിദ്യാർത്ഥി പ്രവർത്തകർ ആരും പിന്തിരിഞ്ഞു പോയിട്ടില്ല. അവരെല്ലാം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിശക്തമായ പ്രക്ഷോഭം. 2 ജലപീരങ്കിയിൽ നിന്നായി 5-ലേറെ തവണയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെള്ളം ചീറ്റിയത്. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. പല ഭാഗത്തു നിന്നും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം വിദ്യാർത്ഥി പ്രവർത്തകർ നടത്തുകയും ചെയ്യുന്നു. അതിശക്തമായ മുദ്രാവാക്യം വിളികളാണെന്നും അതിശക്തമായ മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്നു എന്നതാണ്. ഡൽഹിയിൽ നടത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വലിയ പിന്തുണയാണ് SFI നൽകുന്നത്. അതിന്റെ ഭാഗമായി സമരം തുടരും എന്ന പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് SFI നേതാക്കൾ നടത്തിയത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ പ്രവർത്തകർ മറുഭാഗത്തേക്ക് ചാടിയിറങ്ങിയാൽ ഉറപ്പായും അത് വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. നിലവിൽ കയറിയവരാരും മറുഭാഗത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയില്ല. എല്ലാവരും ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയാണ്. വലിയ പോലീസ് ബന്ദോബസ്താണ് മറുഭാഗത്ത് ഏർപ്പാടാക്കിയിരിക്കുന്ന. കാരണം സംഘർഷത്തിനുള്ള സാധ്യതയാണ് പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വലിയ വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ആ വെള്ളയമ്പലം വരെ വലിയ ശക്തമായ വിദ്യാർത്ഥികളെ നമുക്കിവിടെ നിൽക്കുന്ന കാണാം. അത്ര ശക്തമായ മാർച്ചായിരുന്നു
പ്രതിഷേധമായിരുന്നു നടത്തിയത്. വിദ്യാർത്ഥികൾ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാം. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്തിരിഞ്ഞോടാത്ത പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുന്നത് എന്നതാണ്. നിങ്ങളുടെ മക്കൾ കൂടിയാണ് ഈ സമരം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ തല്ലുകൊള്ളുന്നത് Vidyarthi Roshan Pratished